ഹലോ സുഹൃത്ത്, നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 18, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JD's കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ ചില ഹെഡിങ്സ് ആണ്. ഗ്യാനേഷ് കുമാർ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ട് അപ്പോയിന്റഡായി. ഇന്ത്യയുടെ 4ാം തലമുറ ഡീപ്പ് ഓഷ്യൻ മത്സ്യ 6000 വെറ്റ് ടെസ്റ്റിംഗ് പൂർത്തിയാക്കിയിരിക്കുന്നു. ധർമ്മഗാർഡിയൻ എന്ന് പറയുന്ന ഒരു മിലിറ്ററി എക്സസൈസ് ആരംഭിക്കുകയാണ്. ഹാഫ് മാരത്തോണിലെ വേൾഡ് റെക്കോർഡ് ജേക്കബ് കിപ്ലിമോ. ഇത്തരത്തിലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JD's കറണ്ട് അഫേഴ്സ്. നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഗ്യാനേഷ് കുമാർ നെയിംഡ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആഫ്റ്റർ പാനൽ മീറ്റിംഗ്. പാനൽ യോഗത്തിന് ശേഷം ഗ്യാനേഷ് കുമാർ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയി നാമനിർദ്ദേശം ചെയ്തു. ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ഹെഡിംഗ് ആണിത്. മിക്കവാറും എല്ലാ പത്രങ്ങളിലെയും മെയിൻ പേജിലുള്ള മെയിൻ ഹെഡിംഗ് ആണ് ഗ്യാനേഷ് കുമാർ ആസ് ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയുടെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ആരെയാണ് നിയമിച്ചത്? ഗ്യാനേഷ് കുമാർ. ഇന്ത്യയുടെ പുതിയ ന്യൂ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ടിപ്പോൾ ഗ്യാനേഷ് കുമാറിനെ നിയമിച്ചു. നാളെ മുതൽ ഇന്ത്യയുടെ പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, അതായത് ഫെബ്രുവരി 19 മുതൽ ഇന്ത്യയുടെ പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരിക്കുള്ളൂ ഗ്യാനേഷ് കുമാർ. ഇന്ത്യയുടെ പുതിയ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായ ഹരിയാന ചീഫ് സെക്രട്ടറിയുടെ പേരെന്താണ്? വിവേക് ജോഷി. 2 അപ്പോയിന്റ്മെന്റ്സ് ആണ്. ഒന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, മറ്റൊന്ന് ഇലക്ഷൻ കമ്മീഷണർ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ട് ഗ്യാനേഷ് കുമാറും അതുപോലെ തന്നെ ഹരിയാന ചീഫ് സെക്രട്ടറി ആയിരുന്ന വിവേക് ജോഷി, അദ്ദേഹം ആയിരിക്കുള്ളൂ ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ 25ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? രാജീവ് കുമാർ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ് രാജീവ് കുമാർ. അദ്ദേഹം വിരമിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പകരമാണ് ആ ഒരു സ്ഥാനത്തേക്ക് ഗ്യാനേഷ് കുമാർ വരാൻ പോകുന്നത് നാളെ മുതൽ, അതായത് ഫെബ്രുവരി 19 മുതൽ ഇന്ത്യയുടെ 26ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരിക്കുള്ളൂ ഗ്യാനേഷ് കുമാർ. ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള സെലക്ഷൻ പാനൽ ആരൊക്കെയുണ്ട്? പ്രൈം മിനിസ്റ്റർ, ഹോം മിനിസ്റ്റർ ആൻഡ് ഓപ്പോസിഷൻ ലീഡർ ഓഫ് ലോക്സഭ. 3 പേരാണ് ഇലക്ഷൻ പാനലിൽ ഉള്ളത്. അതായത് പ്രൈം മിനിസ്റ്റർ, കൂടാതെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മൂന്നാമത്തേത് ഓപ്പോസിഷൻ ലീഡർ ഓഫ് ലോക്സഭ, അതായത് രാഹുൽ ഗാന്ധി. ഈ 3 പേരുടെ ഒരു പാനൽ കമ്മിറ്റിയാണ് ആരായിരിക്കണം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന്. ഇതിനു മുമ്പ് പ്രൈം മിനിസ്റ്റർ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ഓപ്പോസിഷൻ ലീഡർ ഓഫ് ലോക്സഭയായിരുന്നു. എന്നാൽ അത് മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് പകരമായിട്ട് ഇപ്പോൾ ഹോം മിനിസ്റ്റർ ആണ് ആ ഒരു സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്. ഇതനുസരിച്ച് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി, ഹോം മിനിസ്റ്റർ ആയിട്ടുള്ള അമിത്ഷാ, ഓപ്പോസിഷൻ ലീഡർ രാഹുൽ ഗാന്ധി, ഇവരടങ്ങുന്ന ഒരു പാനൽ കമ്മിറ്റിയാണ് പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ എടുത്തിട്ടുള്ളത്. അതായത് ഗ്യാനേഷ് കുമാർ ആണ് നാളെ മുതൽ ഇന്ത്യയുടെ പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഇന്ത്യസ് 4th ജനറേഷൻ ഡീപ്പ് ഓഷ്യൻ സബ്മേഴ്സിബിൾ കംപ്ലീറ്റ്സ് വെറ്റ് ടെസ്റ്റിംഗ്. ഇന്ത്യയുടെ 4ാം തലമുറ ഡീപ്പ് ഓഷ്യൻ സബ്മേഴ്സിബിൾ വെറ്റ് ടെസ്റ്റിംഗ് പൂർത്തിയാക്കി. ഇന്ത്യയുടെ ഒരു സ്വപ്നമാണ്, അതായത് ഡീപ്പ് ഓഷ്യൻ സബ്മേഴ്സിബിൾ. അതിന്റെ ആ ഒരു കറണ്ട് അഫേഴ്സിലേക്ക് നമുക്ക് പോകാം, ഡീറ്റെയിൽ ആയിട്ട് പോകാം. 2025 ജനുവരി 27 ഫെബ്രുവരി 12 ഇടയിൽ വെറ്റ് ടെസ്റ്റിംഗ് പൂർത്തിയാക്കിയ ഇന്ത്യയുടെ 4ാം തലമുറ ഡീപ്പ് ഓഷ്യൻ സബ്മേഴ്സിബിളിന്റെ പേരെന്താണ്? മത്സ്യ 6000. അതായത് ഇന്ത്യയുടെ ആഴക്കടലിലേക്കുള്ള ഒരു പരീക്ഷണം, അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഒരു സബ്മേഴ്സിബിൾ, ഒരു സബ്മറൈൻ പോലത്തെ ഒരു ചെറിയൊരു വെസൽ ഡീപ്പ് ഓഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ലെവലിലെ പേടകമാണ് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പേരാണ് മത്സ്യ 6000. ഇതിന്റെ ആദ്യത്തെ വെറ്റ് ടെസ്റ്റിംഗ്, അതായത് വെള്ളത്തിലിറക്കിയിട്ട് അതിന്റെ ടെസ്റ്റിംഗ് നടത്തിയിട്ടുള്ളത് ഈ അടുത്ത് ജനുവരി 27 ഫെബ്രുവരി 12 ഇടയിൽ വെച്ചായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് നടത്തിയിട്ടുള്ള ഒന്നാണ് ഇന്ത്യയുടെ മത്സ്യ 6000 എന്ന് പറയുന്ന ഡീപ്പ് ഓഷൻ മിഷൻ. ആഴക്കടലിലേക്കുള്ള ഒരു പരീക്ഷണം, എക്സ്പെരിമെന്റ്, അതിനുള്ള തയ്യാറെടുപ്പാണ് ഇന്ത്യ. ഇന്ത്യയുടെ 4ാം തലമുറ ഡീപ്പ് ഓഷ്യൻ സബ്മേഴ്സിബിൾ ഏത് തുറമുഖത്താണ് ആദ്യത്തെ വെറ്റ് ടെസ്റ്റിംഗ് പൂർത്തിയാക്കിയത്? ചെന്നൈക്കടുത്തുള്ള കാട്ടുപള്ളി തുറമുഖം. ചെന്നൈക്കടുത്തായിട്ടാണ്, ഏതാണ്ട് 15 കിലോമീറ്റർ അകലെയാണ് കാട്ടുപള്ളി പോർട്ട്. ഇവിടെ വെച്ചാണ് ഇന്ത്യയുടെ 4th ജനറേഷൻ ഡീപ്പ് ഓഷ്യൻ സബ്മേഴ്സിബിൾ, അതായത് 4ാം തലമുറ ഡീപ്പ് ഓഷ്യൻ സബ്മേഴ്സിബിൾ എന്ന ആ ഒരു പേടകത്തിന്റെ ടെസ്റ്റിംഗ് നടത്തിയിട്ടുള്ളത്. ആദ്യമായിട്ട് തന്നെ വെള്ളത്തിലിറക്കി അതിന് ടെസ്റ്റിംഗ് നടത്തിയിട്ടുള്ളത്. മത്സ്യ 6000 എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്റ്റ് ഇത് വരുന്നത് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിന്റെ അണ്ടറിലാണ്. മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിന്റെ അണ്ടറിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിന്റെ കീഴിൽ ആണ് മത്സ്യ 6000 എന്ന് പറയുന്ന ഈ സമുദ്രയാൻ പ്രൊജക്ട് വന്നുകൊണ്ടിരിക്കുന്നത്.
മനുഷ്യനെ വഹിക്കാൻ കഴിയുന്ന മുങ്ങൽ ചാലായ മത്സ്യ 6000 ഏത് വർഷമാണ് യാഥാർത്ഥ്യമാകാൻ സാധ്യതയുള്ളത്? 2026. ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട 2 പ്രൊജക്റ്റ് ആണ്. ഒന്ന് ഗഗൻയാൻ, മറ്റൊന്ന് സമുദ്രയാൻ. അതായത് മത്സ്യ 6000 എന്ന് പറയുന്ന ആ ഒരു സബ്മേഴ്സിബിൾ, അതായത് വെള്ളത്തിലേക്ക് പോകുന്ന ആ ഒരു പേടകം. ഈ രണ്ടും ഏതാണ്ട് ഒരേ സമയത്ത് തന്നെയായിരിക്കും ലോഞ്ചിങ് നടക്കാൻ പോകുന്നത്. ഏതാണ്ട് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് മത്സ്യ 6000 അതിൻ്റെ ലോഞ്ചിങ് നടക്കാൻ പോകുന്നത് 2026 ഇന്ത്യയുടെ 4ാം തലമുറ ഡീപ്പ് ഓഷ്യൻ സബ്മേഴ്സിബിൾ മത്സ്യ 6000 എത്ര പേരെ ഉൾക്കൊള്ളാൻ കഴിയും? 3 പേർ. 3 പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഏതാണ്ട് 6000 മീറ്റർ താഴേക്ക് എത്തി സമുദ്രത്തിലെ അടിത്തട്ടിലെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നടത്തുന്നതിന് വേണ്ടിയുള്ള ഒന്നാണ് ഈ പറയുന്ന ഡീപ്പ് ഓഷ്യൻ സബ്മേഴ്സിബിൾ മത്സ്യ 6000 എന്ന് പറയുന്ന ഈ ഒരു പേടകം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് 6th എഡിഷൻ ഓഫ് ദി ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ധർമ്മഗാർഡിയൻ എന്ന സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ 6ാം പതിപ്പ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഫെബ്രുവരി 25 മുതൽ മാർച്ച് 9 വരെ ഇന്ത്യയും ഏത് രാജ്യം തമ്മിലുള്ള ധർമ്മഗാർഡിയൻ അഭ്യാസത്തിന്റെ 6ാം പതിപ്പാണ് ധർമ്മഗാർഡിയൻ അഭ്യാസം? ജപ്പാൻ ഇന്ത്യയുടെ ഒരു എക്സസൈസ് ആണ് ധർമ്മഗാർഡിയൻ. ഇത് നടക്കാൻ പോകുന്നത് ഫെബ്രുവരി 25 മുതൽ 9 മാർച്ച് വരെയാണ്. ഇന്ത്യ ജപ്പാന്റെ ഒരു എക്സസൈസ് ആണ് ധർമ്മഗാർഡിയൻ എന്ന് പറയുന്ന ഒരു മിലിറ്ററി എക്സസൈസ്. ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ 6ാം പതിപ്പ് ധർമ്മഗാർഡിയൻ എവിടെ നടക്കും? മൗണ്ട് ഫ്യൂജി, ജപ്പാൻ ഗ്രൗണ്ട് സെൽഫ് ഡിഫൻസ് ഫോഴ്സിന്റെ ആസ്ഥാനമായിട്ടുള്ള മൗണ്ട് ഫ്യൂജിയിൽ വെച്ചാണ് ധർമ്മഗാർഡിയൻ എന്ന് പറയുന്ന എക്സസൈസ്, ഇന്ത്യ ജപ്പാന്റെ മിലിറ്ററി എക്സസൈസ് നടക്കാൻ പോകുന്നത്. ഇത് ഫെബ്രുവരി 25 മുതൽ മാർച്ച് 9 വരെയാണ്. ധർമ്മഗാർഡിയൻ അഭ്യാസത്തിന്റെ 6ാം പതിപ്പിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ഏത് റെജിമെന്റാണ് പങ്കെടുക്കുന്നത്? രജ്പുതാന റൈഫിൾസ്. ഇന്ത്യയുടെ വളരെ പഴക്കം ചേർന്നിട്ടുള്ള ഒരു ആർമി യൂണിറ്റാണ് രജ്പുതാന റൈഫിൾസ് ആണ് ഈ പ്രാവശ്യത്തെ ധർമ്മഗാർഡിയൻ എന്ന് പറയുന്ന എക്സസൈസിൽ പങ്കെടുക്കാൻ പോകുന്നത്. ജപ്പാൻ ഗ്രൗണ്ട് സെൽഫ് ഡിഫൻസ് ഫോഴ്സിന്റെ ഏത് യൂണിറ്റാണ് ധർമ്മഗാർഡിയൻ അഭ്യാസത്തിന്റെ 6ാം പതിപ്പിൽ പങ്കെടുക്കുക? 34th ഇൻഫൻട്രി റെജിമെന്റ്. ജപ്പാൻ ഗ്രൗണ്ട് ഡിഫൻസ് ഫോഴ്സിന്റെ ഭാഗമായിട്ടുള്ള ഇൻഫൻട്രി റെജിമെന്റ് ആണ് 34th ഇൻഫൻട്രി റെജിമെന്റും ഇന്ത്യയുടെ രജ്പുതാന റൈഫിൾസ് ആണ്. അത് ജപ്പാൻ നടക്കാൻ പോകുന്ന 6ാമത്തെ ധർമ്മഗാർഡിയൻ എക്സസൈസിൽ പങ്കെടുക്കാൻ പോകുന്നത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ജേക്കബ് കിപ്ലിമോ ബിക്കംസ് ഫസ്റ്റ് ടു റൺ ഹാഫ് മാരത്തോൺ അണ്ടർ 57 മിനിറ്റ്സ്. ജേക്കബ് കിപ്ലിമോ 57 മിനിറ്റിനുള്ളിൽ ഹാഫ് മാരത്തോൺ ഓടുന്ന ആദ്യ വ്യക്തിയായി. ദ ഫസ്റ്റ് പേഴ്സൺ ഇന്ത്യയിലെ ഹാഫ് മാരത്തോണിൽ ആദ്യമായിട്ട് 57 മിനിറ്റിന് താഴെ ഓടുന്ന ഒരു വ്യക്തി എന്ന ലെവലിൽ വന്നു. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഹാഫ് മാരത്തോണിൽ ലോക റെക്കോർഡ് തകർത്ത ജേക്കബ് കിപ്ലിമോ ഏത് രാജ്യക്കാരനാണ്? ഉഗാണ്ട സ്വദേശിയാണ് ജേക്കബ് കിപ്ലിമോ. അദ്ദേഹമാണ് ഹാഫ് മാരത്തോണിൽ പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചത്. ഏത് മത്സരത്തിലാണ് ജേക്കബ് കിപ്ലിമോ എത്യോപ്യയുടെ യോമിഫ് കെജൽസിയുടെ 57:30 എന്ന റെക്കോർഡ് തകർത്തത്? ബാഴ്സലോണ ഹാഫ് മാരത്തോൺ. ഈയിടത്ത് നടന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ബാഴ്സലോണ ഹാഫ് മാരത്തോണിലാണ് 57 മിനിറ്റ് 30 സെക്കൻഡിന്റെ റെക്കോർഡ് ഉണ്ടാക്കിയിട്ടുള്ള എത്യോപ്യയുടെ യോമിഫ് കെജൽച്ച അദ്ദേഹത്തിന്റെ റെക്കോർഡ് തകർത്ത ജേക്കബ് കിപ്ലിമോ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ 57 മിനിറ്റിന് താഴെ ആണ് അദ്ദേഹത്തിന്റെ റെക്കോർഡ്. ബാഴ്സലോണ ഹാഫ് മാരത്തോണിൽ ജേക്കബ് കിപ്ലിമോ നടത്തിയ പുതിയ സമയം എന്താണ്? 56 മിനിറ്റ് 42 സെക്കൻഡ്. നേരത്തെ ഉണ്ടാക്കിയ റെക്കോർഡ് ആണ് എത്യോപ്യയുടെ യോമിഫ് കെജൽച്ച 57 മിനിറ്റ് 30 സെക്കൻഡ്. എന്നാൽ ജേക്കബ് കിപ്ലിമോ 56 മിനിറ്റ് 42 സെക്കൻഡ് കൊണ്ട് ഇന്നിപ്പോൾ ലോകത്തിൽ തന്നെ പറയുമ്പോൾ ഹാഫ് മാരത്തോണിൽ വേൾഡ് റെക്കോർഡ് ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തി എന്ന് പറയാം ഉഗാണ്ടയുടെ ജേക്കബ് കിപ്ലിമോ. ബാഴ്സലോണ ഹാഫ് മാരത്തോണിന്റെ ദൂരം എത്ര? 21.097 കിലോമീറ്റർ. ബാഴ്സലോണ ഹാഫ് മാരത്തോണിന്റെ ദൂരം ആണ് 21.097 കിലോമീറ്റർ. ഈ റെക്കോർഡ് ആണ് 56 മിനിറ്റ് 42 സെക്കൻഡ് കൊണ്ട് ജേക്കബ് കിപ്ലിമോ പുതിയൊരു റെക്കോർഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇദ്ദേഹം ഉഗാണ്ട സ്വദേശിയാണ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് അപേഡ ഫെസിലിറ്റേറ്റ്സ് ഫസ്റ്റ് എവർ സീ ഷിപ്മെന്റ് ഓഫ് ഇന്ത്യൻ പൊമഗ്രനേറ്റ്സ്. ഇന്ത്യൻ മാതൃനാരങ്ങയുടെ ആദ്യ കടൽ കയറ്റുമതിക്ക് അപേഡ സൗകര്യമൊരുക്കുന്നു. അപേഡ നമുക്കറിയാം ഇന്ന് എക്സ്പോർട്ടിംഗ്, അതായത് അഗ്രികൾച്ചർ പ്രൊഡക്റ്റിൽ എക്സ്പോർട്ടിംഗ് നടത്തുന്ന ഒരു ഇന്ത്യയുടെ ഓർഗനൈസേഷൻ ആണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം.
ഏത് രാജ്യത്തേക്കാണ് അപ്പേഡ ആദ്യമായി ഇന്ത്യൻ മാതൃനാരങ്ങയുടെ വാണിജ്യ കടൽ കയറ്റുമതി നടത്തിയത്? ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിലേക്ക് ആദ്യമായിട്ട് ഇന്ത്യ പൊമഗ്രനേറ്റ്സ് മാതൃനാരങ്ങയുടെ ഒരു കയറ്റുമതി ചെയ്തു. ഇത് ഓസ്ട്രേലിയയിലേക്കാണ് ഇത് നടത്തിയിട്ടുള്ളത്. അപ്പേഡ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആണ്. ഏത് വർഷത്തിലാണ് അഗ്രികൾച്ചർ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി അപ്പേഡ സ്ഥാപിതമായിട്ടുള്ളത്? ഡിസംബർ 1985. കാർഷിക സംസ്കരിച്ച ഭക്ഷ്യ ഉൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റിയാണ് അപ്പേഡ. അപ്പേഡ അത് സ്ഥാപിതമായിട്ടുള്ളത് 1985. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ പൊമഗ്രനേറ്റ്സ്, അതായത് മാതൃനാരങ്ങയുടെ കയറ്റുമതിയാണ് ഇപ്പോൾ ഓസ്ട്രേലിയ നടത്തിയിട്ടുള്ളത്. എത്ര രാജ്യങ്ങളിലേക്ക് കാർഷിക സംസ്കരിച്ച ഭക്ഷ്യ ഉൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റി ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നു? 200-ലധികം രാജ്യങ്ങൾ. ഇപ്പോൾ 200-ലധികം രാജ്യങ്ങളിലേക്കാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഓർഗനൈസേഷൻ ആയിട്ടുള്ള അഗ്രികൾച്ചർ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി നടത്തുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയിട്ടുള്ളത് ഓസ്ട്രേലിയയിലാണ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഇന്റർനാഷണൽ ലെവലിലെ ന്യൂസ് ഹെഡിംഗ് ആണ്. ഇക്വഡോർ നെയിംസ് ന്യൂലി ഡിസ്കവേർഡ് ഫ്രോഗ് സ്പീഷീസ് ആഫ്റ്റർ ലിയോനാർഡോ ഡിക്കാപ്രിയോ. ഇക്വഡോർ പുതുതായി കണ്ടെത്തിയ തവള ഇനങ്ങളെ ലിയോനാർഡോ ഡിക്കാപ്രിയോയുടെ പേരിലാണ് നാമകരണം ചെയ്തത്. ഹോളിവുഡ് താരമായിട്ടുള്ള ലിയോനാർഡോ ഡിക്കാപ്രിയോ, അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പുതിയൊരു പേര് വന്നിരിക്കുകയാണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഹോളിവുഡ് നടനും പരിസ്ഥിതി പ്രവർത്തകനുമായ ലിയോനാർഡോ ഡിക്കാപ്രിയോയുടെ പേരിൽ ഏത് ഇനത്തിനാണ് ഫിലോനാസ്റ്റ് ഡിക്കാപ്രിയോ എന്ന് പേര് നൽകിയിരിക്കുന്നത്? തവള. ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള ഒരു തവള. ആ തവളക്ക് നൽകിയിട്ടുള്ള ഒരു പുതിയ പേരാണ് ഫിലോനാസ്റ്റിസ് ഡിക്കാപ്രിയോ. ഹോളിവുഡ് ആക്ടറും അതുപോലെ തന്നെ പരിസ്ഥിതി പ്രവർത്തനവുമായിട്ടുള്ള ലിയോനാർഡോ ഡിക്കാപ്രിയോ, അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ പുതിയ തവള. അതിൻ്റെ പേരാണ് ഫിലോനാസ്റ്റ് ഡിക്കാപ്രിയോ. ഫിലോനാസ്റ്റോ ഡിക്കാപ്രിയോ എന്ന പേരിട്ടിരിക്കുന്ന തവളയെ ഏത് വനത്തിലാണ് കണ്ടെത്തിയത്? ഇക്വഡോറിലെ വെസ്റ്റേൺ മൗണ്ട് ഫോറസ്റ്റ്. ഇക്വഡോർ എന്ന രാജ്യത്തിലെ വെസ്റ്റേൺ മൗണ്ട് ഫോറസ്റ്റിലാണ് ഈ പറയുന്ന ഫിലോനാസ്റ്റ് ഡിക്കാപ്രിയോ എന്ന് പേര് നൽകിയിട്ടുള്ള ഒരു പുതിയ ഇനം തവളയെ കണ്ടെത്തിയിട്ടുള്ളത്. ഇക്വഡോർ എന്ന രാജ്യം ഇത് സൗത്ത് അമേരിക്കയിലെ രാജ്യമാണ്. ഇതിൻ്റെ ക്യാപിറ്റൽ ആണ് ക്യൂട്ടോ. ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡാനിയൽ നൊബാവോ. ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് സ്പാനിഷ്. സൗത്ത് അമേരിക്കൻ രാജ്യമാണ് ഇക്വഡോർ. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഇമാജിൻ എ വേൾഡ് വിത്ത് മോർ വുമൻ ഇൻ സയൻസ് ക്യാമ്പയിൻ ലോഞ്ച്ഡ് ബൈ യുനെസ്കോ. യുനെസ്കോ ആരംഭിച്ച ശാസ്ത്രത്തിൽ കൂടുതൽ സ്ത്രീകൾക്കുള്ള ഒരു ലോകം സങ്കല്പിക്കുക എന്ന ക്യാമ്പയിൻ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ക്യാമ്പയിൻ ആണത്. യുനെസ്കോ ആരംഭിച്ചിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആണ് ഇമാജിൻ എ വേൾഡ് വിത്ത് മോർ വുമൻ ഇൻ സയൻസ്. സയൻസ് മേഖലയിലേക്കുള്ള ഒരു മാറ്റം, അതുമായി ബന്ധപ്പെട്ട ഒരു ക്യാമ്പയിൻ ആണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. യുനെസ്കോ ഏത് തീയതിയിലാണ് ശാസ്ത്രത്തിൽ കൂടുതൽ സ്ത്രീകൾക്കുള്ള ഒരു ലോകം സങ്കല്പിക്കുക എന്ന ക്യാമ്പയിൻ ആരംഭിച്ചത്? ഫെബ്രുവരി 11. ഇമാജിൻ എ വേൾഡ് വിത്ത് മോർ വുമൻ ഇൻ സയൻസ് എന്ന ക്യാമ്പയിൻ ആണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് 11 ഫെബ്രുവരിക്ക് യുനെസ്കോ. ഫെബ്രുവരി 11 യുനെസ്കോ ഏത് ദിവസമാണ് ആചരിക്കുന്നത്? ഇന്റർനാഷണൽ ഡേ ഓഫ് വുമൻ ആൻഡ് ഗേൾസ് ഇൻ സയൻസ്. ശാസ്ത്രമേഖലയിലെ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും അന്താരാഷ്ട്ര ദിനം എന്നാണ് യുനെസ്കോ ഫെബ്രുവരി 11 ആയിട്ട് ആചരിക്കുന്നത്. 2025 ഫെബ്രുവരി വരെ സ്റ്റെം, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, മെഡിസിനിൽ എത്ര ശതമാനം സ്ത്രീകൾ ചേർന്നിട്ടുണ്ട്? 43% സ്ത്രീകൾ. 43% ഓഫ് വുമൺ ആണ് ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ സ്റ്റെം എന്ന ഈ സംഘടനയിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. അതായത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ആൻഡ് മെഡിസിൻ. ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു ഓർഗനൈസേഷൻ ആണ് സ്റ്റെം. ഇതിലാണിപ്പോൾ 43% ഓഫ് വുമൺ ചേർന്നിട്ടുള്ളത്. സയൻസ് മേഖലയിൽ, അതായത് റിസർച്ച് ആയി ബന്ധപ്പെട്ട മേഖലയിലേക്ക് ചേർന്നിട്ടുള്ള പെൺകുട്ടികളും സ്ത്രീകളും. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ് ആണ്, ജാനിക് സിന്നർ വാസ് സസ്പെൻഡഡ് ബൈ വാഡ. ജാനിക് സിന്നറിനെ വാഡ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ വാഡ എന്ന് പറയുമ്പോൾ എന്താണ്? വേൾഡ് ആന്റി ഡോപ്പിംഗ് ഏജൻസി എന്നാണ് വാഡയുടെ ഫുൾ ഫോം. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഫെബ്രുവരി 15 വേൾഡ് ആന്റി ഡോപ്പിംഗ് ഏജൻസി വാഡ ഏത് അന്താരാഷ്ട്ര ടെന്നീസ് കളിക്കാരനെയാണ് വിലക്കിയത്? ജാനിക് സിന്നർ. ടെന്നീസിലെ വേൾഡ് നമ്പർ 1 താരമായിട്ടുള്ള ജാനിക് സിന്നറിനെ ഫെബ്രുവരി 15 വേൾഡ് ആന്റി ഡോപ്പിംഗ് ഏജൻസി ബാൻ ചെയ്തു. വേൾഡ് ആന്റി ഡോപ്പിംഗ് ഏജൻസി വാഡ ജാനിക് സിന്നറിനെ എത്ര മാസം വിലക്കി? 3 മാസം. ഇറ്റാലിയൻ ടെന്നീസ് താരമായിട്ടുള്ള വേൾഡ് നമ്പർ 1 താരമായിട്ടുള്ള
ജാനിക് സിന്നറിനെ 3 മാസത്തേക്കാണ് വാഡ, അതായത് വേൾഡ് ആൻറ്റി ഡോപ്പിംഗ് ഏജൻസി, ബാൻ ചെയ്തിട്ടുള്ളത്. നമ്മളിന്ന് 26 കറണ്ട് അഫേഴ്സും അതുമായി ബന്ധപ്പെട്ട് GK ആണ് ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ ദിവസവും നമ്മൾ ഇതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്നൊരു മാറ്റമുണ്ട്. ജെഡിസ് കറണ്ട് അഫേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.